ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കല്ലട ചിറ്റുമലയിലാണ്. നാടൻ പാട്ടീണങ്ങളുടെ തനിമ ഒട്ടും ചോരാതെ പുതിയ വരികൾ എഴുതി ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഗാനങ്ങൾ തയ്യാറാക്കുന്ന രണ്ടുപേരെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നിരവധി ഹിറ്റുകളാണ് ഇവർ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പാട്ടുകൾ ഏതാണെന്നും പാട്ടുകാരാരാണെന്നും നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാം. നമുക്കവരെ നേരിട്ട് കാണാം. അതെ, നമസ്കാരമുണ്ട്. വിനോദ് ചിറ്റുമല, വിനയകുമാർ കല്ലട, രണ്ട് കലാകാരൻ. കല്ലട വിനയകുമാർ. നിങ്ങളുടെ പാട്ട് വിശേഷങ്ങളും നിങ്ങളുടെ ഇതേപോലുള്ള ജീവിതവും അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് പാട്ടിൻ്റെ വഴികളിലേക്ക് വന്നത്? പാട്ടിൻ്റെ വഴിയിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതു തലമുറയല്ലത്. ഓണക്കളങ്ങളിൽ അവർ പാടി പകർന്നു നിന്ന പാട്ടുകൾ, എൻ്റെ മുതുമുത്തച്ഛിമാർ അങ്ങനെ പറയാതെ അവർ പാടി തന്ന പാട്ടുകൾ ഞാൻ ഏറ്റുപാടിയത്. അതിലേക്ക് വന്നപ്പോഴാണ് വിനയമാഷുമായിട്ട് ഇങ്ങനെ കൂട്ടിയേരുന്നതല്ല, മാഷ് ഇങ്ങനൊരു പാട്ട് നേരിയകടവല്ലെന്നും പറഞ്ഞുകൊണ്ടൊരു വരി എഴുതിയിട്ടുണ്ട്. ചുറ്റുമല ചിറ ഓരങ്ങളിൽ പച്ച വിരിപ്പിട്ട പാടങ്ങളിൽ. അതിലേക്കാണ് ഞാൻ അങ്ങനെ തിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന നമ്മുടെ പണ്ട് കൃഷിയൊക്കെ നടന്നിട്ടുള്ള വയലാണ്. അപ്പോൾ ആ വയലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നൊരു പ്രണയകഥ എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാനത് എടുക്കാനും ഇതിൻ്റെ കാരണമുണ്ട്. എൻ്റെ ഒരു ചിറ്റപ്പൻ്റെ ഒരു പ്രണയകഥയോ അവിടെ വിവാഹം കഴിച്ചായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പാട്ടിനെ മാറ്റി ഞങ്ങൾ നേരികടവിൽ നിന്നാണ് ആ പാട്ടിന് പേരിട്ടത്. നമ്മൾ ആ പാട്ടിൻ്റെ 4 വരിയിലേക്ക് പോവാം. അതെ. ചുറ്റുമലച്ചിറയോരങ്ങളിൽ നല്ല പച്ച വിരിപ്പിട്ട പാടങ്ങളിൽ കൊയ്ത്തരിവാളുമായി പാടത്തിറങ്ങിയ കൊച്ചുവാലങ്കിളിയേ. ചുറ്റുമലച്ചിറയോരങ്ങളിൽ നല്ല പച്ച വിരിപ്പിട്ട പാടങ്ങളിൽ കൊയ്ത്തരിവാളുമായി പാടത്തിറങ്ങിയ കൊച്ചുവാലങ്കിളിയേ. തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര, തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര, തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര, തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര. താമരക്കണ്ടത്തിൽ ചക്രം ചവിട്ടി കുഴഞ്ഞു വരുന്നൊരു നേരം നേരികടവിൽ കാത്തു നിന്നോളെ. താമരക്കണ്ടത്തിൽ ചക്രം ചവിട്ടി കുഴഞ്ഞു വരുന്നൊരു നേരം നേരികടവിൽ കാത്തു നിന്നോളെ. തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര, തന്നനത്താനനത്താനാദിനന്ദക തിന്തിമി തിന്തിമി താര. ഒരു എഴുത്തുകാരനും ഒരു സംഗീത സംവിധായകനും പാട്ടുകാരനും നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകുന്നത്? അത് ചുറ്റുമല അമ്മയാണ്. ചിറ്റമ്മയെ കണ്ടെടുത്ത ചുറ്റുമല അമ്മ. ആ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പം ഞങ്ങൾ നേരെ കാണുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പാടം ചുറ്റുമല ചിറ. നിങ്ങൾ തമ്മിൽ നല്ല സിങ്ക് ആവുന്നുണ്ട് പാട്ടുകൾ. കല്ലുമാലയാണ് നിങ്ങളെ കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച പാട്ട്. അത് PS ബാനർജി പാടിയ പാട്ട്. PS ബാനർജി പാടിയ പാട്ട്. PS ബാനർജി മാഷ് പാടി തന്നത്. ആ ഒരു പാട്ട് വിനയൊന്ന് പാടണം. തീർച്ചയായിട്ടും ആ പാട്ട് പാടാം. അല്ല, അത് പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാനർജിയോടൊപ്പം നിന്ന് കോറസ് ചെയ്തത് അവർ രണ്ടുപേരുണ്ടായിരുന്നു. ബിജു മുരളീധരനും അവർ രണ്ടുപേരാണ് കോറസ് ചെയ്തത്. അവർ രണ്ടുപേരും. വിനോദൻ തന്നെ. ഞാൻ ഇപ്പോൾ വിനോദൻ്റെ അഭാവത്തിൽ ചില വേദികളിലൊക്കെ ഞാൻ ട്രാക്കൊക്കെ കൊണ്ട് പാടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർന്ന് പാടാത്. ശരി. കല്ലുമാല മാറിലിട്ട തമ്പൂരാട്ടി കാക്ക തമ്പൂരാട്ടി എന്റെ ചങ്കുമാല കട്ടെടുത്തതെന്തിനടി, എന്റെ ചങ്കുമാല കട്ടെടുത്തതെന്തിനടി. കല്ലുമാല മാറിലിട്ട തമ്പൂരാട്ടി കാക്ക തമ്പൂരാട്ടി എന്റെ ചങ്കുമാല കട്ടെടുത്തതെന്തിനടി, എന്റെ ചങ്കുമാല കട്ടെടുത്തതെന്തിനടി. തെയ്യം താര തകതിത്തോം താര, തകതെയ്യം തകതിത്തോം തകതെയ്യം താര, തകതെയ്യം തകതിത്തോം തകതെയ്യം താര, തകതെയ്യം തകതിത്തോം തകതെയ്യം താര. കാവിലന്നു വന്ന നാളിൽ കണ്ടതടി എൻ്റെ ഉള്ളിനുള്ളിൽ പൂത്തുലഞ്ഞ മോഹമടി, എൻ്റെ ഉള്ളിനുള്ളിൽ പൂത്തുലഞ്ഞ മോഹമടി, എൻ്റെ ഉള്ളിനുള്ളിൽ പൂത്തുലഞ്ഞ മോഹമടി.
കറ്റക്കതിരെ കറുത്ത പെണ്ണെ നിന്റെ കാക്കക്കറുപ്പിൽ മയങ്ങി ഞാന് നിന്റെ കള്ളച്ചിരിയിൽ കൂടുങ്ങി ഞാന് നിന്റെ കള്ളച്ചിരിയിൽ കൂടുങ്ങി ഞാന്. നേരുകടവിൽ അത്യാവശ്യം പ്രളയത്തിന് മുന്നേ ഞങ്ങൾ ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പോൾ പ്രളയത്തോടു കൂടി ആ പാട്ട് ഏകദേശം ഒരു 25ഓളം ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും അതിലേക്ക് നമ്മൾ ആ പാട്ടുകൾ ഇട്ടു. അപ്പം കുറച്ചുകൂടി ഞങ്ങൾക്ക് ഞങ്ങളെ എഴുത്തുകാരെന്ന നിലയിലും സംഗീതം ചെയ്യുന്ന ആൾക്കാരുള്ള നിലയിലേക്കും കുറച്ച് ബന്ധങ്ങളുണ്ടായി, പുതിയ ബന്ധങ്ങളുണ്ടായി. ആ ബന്ധങ്ങളിൽ നിന്നാണ് കല്ലുമലയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് വരുന്നത്. കല്ലുമല എന്ന് പറയുന്നത് പാട്ട് ഇതണക്ക് നമ്മളൊരു സുഹൃത്ത് AJ ക്രിയേഷൻസിൻ്റെ എബി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് കോണ്ടാക്ട് ചെയ്ത് കല്ലുമല ഇങ്ങനൊരു പാട്ട് PS ബാനർജിനെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞു. അതിനു മുന്നേ ബാനർജിയുമായിട്ട് വിനോദന ബന്ധമുണ്ട്, സുഹൃത്തുക്കളാണ്. പക്ഷേ എങ്കിലും അതിലേക്ക് അടുപ്പിച്ചത് ഈ ഒരു കല്ലുമലയിലാണ്. അപ്പം കല്ലുമല ഞാൻ എഴുതി, വിനോദ സംഗീതം ചെയ്തു. അങ്ങനെ PS ബാനർജിയാണ് പാടി മനോഹരമായിട്ട് പാടി തന്നു. അത് അന്നത്തെ ടിക്ടോക്ക് മാധ്യമങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എഴുത്തുകാരനാണത്. എങ്ങനെയാണ് കല്ലട വിനയകുമാറിനെ വിനോദേട്ടൻ കണ്ടെത്തി? കാര്യം ഞങ്ങൾ അയൽക്കാരാണ്. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഓണക്കളത്തിൽ കാര്യം ഞങ്ങളൊരു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയും അമ്മയുടെ വല്യമ്മച്ചിയും ഒക്കെ പാടിയ പാട്ടുകളൊക്കെ അവരാണ് പാട്ടുകൾ വല്യമ്മച്ചി പാടിയ പാട്ടുകൾ അമ്മ കേട്ടിട്ട് അമ്മ പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നൊരു എന്തോ പ്രയോജനം ഉൾക്കൊണ്ടാണ് നമുക്ക് ഈ നാടൻ പാട്ടിൻ്റെ ഒരു ശൈലിയിലേക്ക് എൻ്റെ എഴുത്തുകളെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. തുടക്കം ആൽബം സോങ്ങുകളിലൂടെ തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയണം. ഒരു പേരുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് സരിത് കല്ലടയുടെ എൻ്റെയും തുടക്ക സമയം, അതായത് ഈ ആലിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഞങ്ങൾ അന്നൊരു ആൽബം തുടങ്ങുന്നത്. ഏകദേശം 2006 കൂടിയായിരിക്കും. അപ്പോൾ ആ ഒരു ആൽബത്തിൽ നിന്നാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നതും പുള്ളിക്കാരൻ സംഗീതത്തിലേക്ക് വരുന്നതും. പുള്ളിയുടെ വഴി പാട്ടുകളോട്ട് സഞ്ചരിക്കുന്നത്, ഞാൻ വേറിട്ടൊരു വഴിയിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു. അതാണ് റെഡ് റോഡ്സ് എന്നല്ല ആദ്യ ആൽബത്തിൻ്റെ പേര് വന്നത്. ആദ്യം പൂവാണ് നീ എന്നായിരുന്നു. പൂവാണ് നീ എന്ന് പറയുന്ന സരിത്ത് തന്നെ പാടിയിട്ടുള്ള ഒരു മെലഡി സോങ്ങിൻ്റെ അന്നി എന്ന് പറയുന്ന പാട്ട്. അതെ അത് സരിത്ത് തന്നെ പാടിയിട്ടുള്ള ഒരു മെലഡിയാണ്. ആ മെലഡിയിൽ നിന്നും റീമേക്ക് ചെയ്ത് 2012 ആൻഡേഴ്സൺ ഉൾപ്പെടെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ട് പാടിയത്, അത് റീമിക്സ് ചെയ്തപ്പോൾ പാടിയത് ഷാനും ഇഷാൻ ദേവ് അനിത. ആ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ഒരുമിച്ച് ആ പാട്ടിൽ അതും മെലഡി വേർഷൻ, അതിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള പൂവാണു നീ പൂവിതളാണു നീ തേനാണു നീ തേൻ കനിയാണു നീ, ഇങ്ങനെ പോകുന്നൊരു പാട്ടായിരുന്നു അത്. എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് തിരുവനന്തപുരത്ത്. അതെ, ഒരുമിച്ച് വർക്ക് ചെയ്തത്. സരിത് കല്ലട എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണത്. കാര്യം തിരിച്ചറിയപ്പെടാതെ പോയ ഒരു കലാകാരൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹവും കല്ലട വിനയകുമാറും. അതായത് അഭിജിത്ത് കൊല്ലം എന്ന് പറഞ്ഞൊരു കലാകാരനെ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ പാടിപ്പിച്ച ഒരു വ്യക്തി വിനയനാണത്. അല്ലല്ല, അഡ്രസ് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ കലാലോകത്ത്, അങ്ങനെയാണ് ചിലർ കയറി പോവും, അല്ലല്ല ലോകത്ത് പോയിന്റ് അല്ല പറഞ്ഞത്. അവിടെയും വിനയന്റെ വരികളും സംഗീതമാണ് അവിടെ, തീർച്ചയായും വരികളും സംഗീതമാണ് അവിടെ പരാമർശിക്കപ്പെടാതെ പോയത്. പിന്നീട് ഇങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിനയിൽ നിന്ന് ധാരാളം വരികൾ വന്നു. അതിൻ്റെ ഈണങ്ങൾ വിനോദ് ചുറ്റുമല മനോഹരമായി ചെയ്ത് ആളുകൾ ഇപ്പോഴും പാടുന്നുണ്ട്. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോഴേ ഒന്ന് ചുറ്റുമല കുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു ആലിൻ്റെ ആ ഒരു നിഴലിൽ നിൽക്കുമ്പോൾ ഒരു തണുപ്പ്, ആ ചിറയിൽ നിന്നുള്ള കാറ്റ്, തീർച്ചയായിട്ടും പുറമേ നിന്ന് ഒരു 10 മീറ്റർ മാറിയാൽ ഇവിടെ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഉള്ള തണുപ്പ്, അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പാട്ടൂടെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതൊരു കുളിരിലേക്ക് പോകും. അതെ. എങ്ങനെയാണ് പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നത്? അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഞാൻ വിനയുണ്ട്. ഞങ്ങൾ നല്ല ഇവിടെ വന്നിരിക്കുമത്, ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വന്നിരിക്കുമത്. ഈ ഇരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിറ്റമ്മ കണ്ടെടുത്ത ചിറ്റക്കുറത്തി, അതും അപ്പുറത്തുണ്ടത്. ചിറ്റമ്മയെ കണ്ടെടുത്ത ചിറ്റക്കുറത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വിനയനും കണ്ടതാണ്. ആ വെയിലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു വലിയ ശ്രമം. പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ആൽത്തറയുടെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ അറിയാതെ ഒരു തണുപ്പിലേക്ക് വഴുതി വീഴും. ഇവിടെ ഇരുന്നാണ് പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാട്ടുകൾ ഉണ്ടാവും. കാര്യം ചുറ്റുവലമ്മ ഇങ്ങനെ കാത്തിരിക്കുകയില്ലേ, അത്
അമ്മയുടെ ഒരു നല്ലൊരു അനുഗ്രഹം വിനയന് തീർച്ചയായിട്ടും. കിട്ടിയിട്ടുണ്ട്. കാര്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനും സരിത്തോട് ചേർന്നിട്ട് 2 കാസറ്റോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി പാട്ടുകൾ ചെയ്യാൻ, ഒത്തിരി പ്ലേബാക്ക് സിംഗേഴ്സിനെ കൊണ്ടൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഈ കലാമേഖലയെ ഇപ്പോഴും എന്നെ നിലനിർത്തുന്നതും ഈ ഒരു ശക്തിയാണ്. അപ്പോൾ ചേട്ടനോടുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു നാടൻ പാട്ടിൻ്റെ ഈ ഒരു ശൈലിയിലേക്ക് ഞാൻ ഈ തുടർന്ന് പോകുന്നത്. വിനോട്ടാ, ഇത്രയും പാട്ടുകൾക്ക് സംഗീതം ചെയ്യുമ്പോഴും പാട്ടുകൾ പാടുമ്പോഴും ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ കൂടെയാണ്. എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്? ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും. ഒരു 10 വർഷം ബാർമാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 2023 തന്നെ വീണ്ടും ഒരു ബാർമാൻ്റെ ജോലി ഒരു 1.5 മാസക്കാലം കെട്ടിയാടേണ്ടി വന്നു. പക്ഷേ അതിനപ്പുറത്തും പെയിൻറ്റിംഗ് ആണ് മെയിൻ മേഖല. നല്ല ചിത്രകാരനാണ്. ചിത്രകാരനൊന്നും പറയാൻ പറ്റത്തില്ല. വീടുകളുടെ പെയിന്റിംഗ് ഒക്കെ എടുത്ത് ചെയ്യാം. എല്ലാം വീടിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റ് ചെയ്യുക. ഈ പെയിന്ററായിട്ട് തുടരുമ്പോഴും സംഗീതം വിട്ടൊരു കളിയില്ല. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ ഇടവേളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയം പറഞ്ഞ കണക്ക്, വിനയ മാഷ് പറഞ്ഞ കണക്ക് തന്നെ ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ആഘോഷമാണത്. അവിടെ എന്ന് പറഞ്ഞാൽ അന്നാണ് ഏറ്റവും കൂടുതൽ വറുതിയില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സമയം അത്, ഓണസമയം. അപ്പം ഓണസമയത്ത് വറുതിയില്ലെങ്കിലും പാട്ടുകളുണ്ട് എപ്പോഴും, അവർ പാടി കേൾപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഒരു കുടുംബമുണ്ട് കണ്ടത്തിലെന്നാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ടെത്തി മുറ്റവും ചെത്തിപ്പറിച്ചില്ല പിന്നെന്ത് മാവേലി ഓണം വന്നേ, കണ്ടെത്തി മുറ്റവും ചെത്തിപ്പറിച്ചില്ല പിന്നെന്ത് മാവേലി ഓണം. അവിടെ നിന്നാണ് ഓണം വന്നേ തിരുവോണം വന്നേ ചെറ്റമാടത്തിൽ ഓണം തിരുവോണം വന്നേന്നാണ് അവർ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടുകളെ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോളുണ്ടായിരുന്നു, മോളമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ. മോളമ്മ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ അവിടെ പാടുന്നത് അന്ന്. ചേച്ചി ഇങ്ങനെ പാടിത്തരുന്നത് ഞങ്ങളിങ്ങനെ ഏറ്റുപാടുമായിരുന്നു. ചേച്ചി ഇങ്ങനെ പിന്നെ വിനോട്ട സ്വകാര്യ ജീവിതത്തിൽ പല പല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയാണ്. അതെ. എല്ലാ ജോലികൾക്കും പോവും ജീവിക്കാൻ വേണ്ടി. അപ്പോഴും സംഗീതത്തെ കൈവിടില്ല അല്ലേ? ഇല്ലല്ല, വിടത്തില്ല. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികർ തന്നേയില്ലത്, എനിക്കായിട്ട് തന്നേയില്ലത്. ചേട്ടൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, സംഗീതം പഠിക്കാതെ തന്നെയാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അത് എൻ്റെ ഓണക്കളങ്ങളിൽ അമ്മമാർ പാടി തന്ന പാട്ടുകളല്ലേ എപ്പോഴും ഓർമ്മയത്. അവർ പാടി തന്നതിനെ എപ്പോഴും ചേർത്ത് പിടിക്കുക. ജീവിതത്തിൽ എപ്പോഴും ഈ എളിമ നിലനിർത്താറുണ്ടോ? കാരണം എളിമയാണ്. കൂട്ടുകാരൻ്റെ പേര് വിനയൻ എന്നാണ്. അതല്ല, അവിടെ വിനയൻ എന്ന് പറയുന്നത് കല്ലട വിനയകുമാർ, കല്ലട വിനയൻ മാഷിൻ്റെ കൂടെ ഞാൻ എല്ലാവരും അങ്ങനെ പ്രസൻറ്റ് ചെയ്യുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അണ്ണ ഇങ്ങനെ വിളിക്കുമത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാട്ടുകളിപ്പോൾ പാട്ടുകാരെ തേടിക്കൊണ്ടിരിക്കുകയാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയൻ എഴുതിയത് കാര്യം കുറച്ച് നിമിഷം കൊണ്ട് ചെയ്തൊരു പാട്ടുണ്ടത്, പൊന്നിൻ്റെ നൂലുകെട്ട്. ഈ പാട്ടിന് ഗായകരെന്നല്ല, അത്യാവശ്യം പാടുന്ന നാടൻ പാട്ടുകാരെ അവരെ തേടി ഞങ്ങളിങ്ങനെ നടന്നതാണത്. അപ്പോൾ ഈ ഒരു ഷോ ഈ ഒരു പിന്നെ നമ്മുടെ വീഡിയോ വരുന്നതോടുകൂടി നല്ല പാട്ടുകാർ നിങ്ങളെ തേടി എത്തട്ടെ. തീർച്ചയായിട്ടും. കല്ലട വിനയകുമാറും വിനോദ് ചിറ്റുമലയും ചേർന്ന് പുതിയൊരു സംഗീത ആൽബത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. പാടാനുള്ള ആളുകളെ അവർ ഈ വീഡിയോയിലൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ പാട്ടിഷ്ടപ്പെടുന്ന നാടൻ പാട്ടുകൾ പാടാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കണ്ട ശേഷം ഇവരെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. നിരവധി ഗായകരെ കൊണ്ട് പാടിച്ചിട്ടുള്ള പ്രൊഫഷണൽ ഗായകരെ കൊണ്ട് പാട്ടുകൾ കാസറ്റുകളിൽ പാടിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നവരാണ് ഇവർ രണ്ടും. അപ്പോൾ അതുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ നല്ല വായ്ത്താരികൾ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഓരോ പാട്ടുകളിലും ഈ വ്യത്യസ്തമായ വായ്ത്താരികൾ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? അമ്മമാർ പകർന്നു തന്നത്, അമ്മമാരും അപ്പന്മാരും നമുക്ക് പകർന്നു തന്നത്. അവരിങ്ങനെ പാടുന്ന, അവർ വായ്ത്താരി എഴുതി വെച്ചല്ല ചെയ്തത്, അവർ നമുക്ക് വേണ്ടി തന്നത്. അവരുടെ വേലക്കളങ്ങളിൽ അവർ പാടി വരുന്നത്, അവരുടെ ഒരു ജോലിയുടെ ആയാസം അതെ തീർച്ചയായിട്ടും വരുന്നതായിരുന്നല്ലോ വായ്ത്താരി. പിന്നെന്ന് പറഞ്ഞാൽ ഓണക്കളമാണല്ലോ. ഓണത്തിന് അതായത് ഉണ്ടെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവർ ചെയ്തത്. ഇപ്പോഴും ജീവിതത്തിൽ തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ഓണം കാണാൻ പറ്റും, ഓണം ഉണ്ണണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലേ അത്. അപ്പോൾ ആ പാട്ടുകളും അവരങ്ങനെയാണ് ചെയ്തത്. ഈ വയലറ്റിൻ്റെ അരികിലിരുന്നൊരു പ്രണയഗാനത്തെക്കുറിച്ച് വിനയൻ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടൊന്ന് ഓർത്തെടുക്കാവോ?
തീർച്ചയായിട്ടും ഓർത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പണ്ട് കാലത്ത് നമ്മുടെ ഈ വയലിൽ കൊയ്ത്തും വരികയൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രണയകഥ എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടപ്പോൾ ഞാനൊരു 4 വരി എഴുതി പുള്ളിക്കാരനെ കേൾപ്പിച്ചു, ചേട്ടനെ കേൾപ്പിച്ചിട്ട് അതിൽ നിന്നാണ് നേരികടയിൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ നേരിടൽ 4 വരി എന്തായാലും പാടാം തീർച്ചയായിട്ടും. തന്നന താനന താനദിനന്ദക തിന്തിമി തിന്തിമിത്താര 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 ചുറ്റുമലച്ചിറ ഓരങ്ങളിൽ നല്ല പച്ച വിരിപ്പിട്ട പാടങ്ങളിൽ കൊയ്ത്തരിവാളുമായി പാടത്തിറങ്ങിയ കൊച്ചുവാലങ്കിളിയേ ചുറ്റുമലച്ചിറ ഓരങ്ങളിൽ നല്ല പച്ച വിരിപ്പിട്ട പാടങ്ങളിൽ കൊയ്ത്തരിവാളുമായി പാടത്തിറങ്ങിയ കൊച്ചുവാലങ്കിളിയേ തന്നന താനന താനദിനന്ദക തിന്തിമി തിന്തിമിത്താര തന്നന താനന താനദിനന്ദക തിന്തിമി തിന്തിമിത്താര തന്നന തന്നന താനദിനന്ദക തിന്തിമി തിന്തിമിത്താര തന്നന താനന താനദിനന്ദക തിന്തിമി തിന്തിമിത്താര. വിനയൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചത്. അതെ, കർഷക തൊഴിലാളി കുടുംബത്തിലെ ആളാണ്. അങ്ങനെ തന്നെയാണ് ഈ പാട്ടിലേക്ക് തീർച്ചയായിട്ടും പാട്ടിലേക്ക്. വിനയൻ്റെ പാട്ട് വഴികൾ എങ്ങനെയായിരുന്നു എന്ന് പറയാം. എൻ്റെ പാട്ട് വഴികൾ ഞാൻ എൻ്റെ ഒരു +2 പഠനകാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സരിത് കലടയോട് ചേർന്നിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ വരികയാണ്. ഒരു പ്രണയഗാനമായിട്ട് വന്ന് ഒരു ആൽബമായി മാറി. അത് പിന്നെ 2012 അത് റീമേക്ക് ചെയ്തു. അതിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അതിനെ തുടർന്നിട്ട് ചുറ്റുമല അമ്പലത്തിലേക്ക് കുറച്ച് ഭക്തിഗാനങ്ങൾ ചെയ്തു. ആ സുഹൃത്തോട് സരിത് കലടയോട് ചേർന്ന് ചെയ്തു. അതിനുശേഷം പിന്നീട് വിനോദേട്ടനുള്ള സൗഹൃദമാണ് നമ്മൾ നാടൻപാട്ടിലേക്ക് ഇങ്ങനെ വഴിതിരിച്ചു. നേരിയടവിൽ തന്നെയാണ്. നേരിയടവിലാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന നാടൻ ശൈലിയുടെ. പിന്നീടാണ് നേരിയടവിന് ശേഷമാണ് കല്ലുമലയിലിട്ട് വരുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ പൊന്നിൻ്റെ നൂലുകെട്ട് ഓൾറെഡി നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു മെയിൽ വെർഷൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം ആൾക്കാരൊക്കെ കേട്ടു. ഇനി നമ്മളതിൻ്റെ ഫീമെയിൽ വേർഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പോരാതെ സൗഹൃദ നാടൻപാട്ട് സംഘം ബെഹറിനിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് അതൊരു പ്രണയഗാനമാണ് ചെയ്തേക്കുന്നത്. പൂമാലപ്പണ്ണി എന്നാണ് ആൽബത്തിൻ്റെ പേര്. അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കറ്റക്കതിരെ എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ രചനയിൽ ചേട്ടൻ തന്നെ സംഗീതം ചെയ്തു. അതിൽ ചെറുതായിട്ടൊന്ന് അഭിനയിച്ച് അതൊരു വീഡിയോ രൂപത്തിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും. കണ്ടാലവളൊരു തൊട്ടാവാടി, കാണാൻ നല്ലൊരു ചന്തക്കാരി, മിണ്ടാൻ നോക്കിയാൽ അവളൊരു മിണ്ടാട്ടക്കാരി, അവളൊരു മിണ്ടാട്ടക്കാരി. താദിനന്ദക തൈതൈതകതാദിനന്ദക തൈതൈതകതാദിനന്ദക തൈതൈതകതൈതൈതൈതാരോ തകതൈതൈതൈതാരോ. അവളൊരു തൊട്ടാവാടി, കാണാൻ നല്ലൊരു ചന്തക്കാരി, മിണ്ടാൻ നോക്കിയാൽ അവളൊരു മിണ്ടാട്ടക്കാരി, അവളൊരു മിണ്ടാട്ടക്കാരി. ഇങ്ങനെ പോവുകയാണത്. ഇങ്ങനെയാണ് ആ പാട്ട്. അതെ. നിങ്ങൾ തമ്മിൽ കൂടെ ഇരുന്ന് പാട്ടുകൾ ചെയ്യുമ്പോൾ ഒരു പാട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും? പാട്ട് ചെയ്യാൻ വെച്ചാൽ വരികൾ വന്നാൽ ഉടൻ തന്നെ പുള്ളി ഞാൻ കോൺടാക്ട് ചെയ്യും. പുള്ളിയെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഒന്നും ഞാനത് ഫോണിൽ അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ പുള്ളിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ പുള്ളി എടുത്തിട്ട് പോകും. അതിന് പിന്നെ കുറച്ച് സമയം മാത്രം മതി. നിങ്ങൾ രണ്ട് ശരിക്കും കൂടുതലും ഈ ചുറ്റുമല അമ്പലത്തിൻ്റെ മുന്നിലിരുന്നാണോ പാട്ടുകൾ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നത്. ഇവിടെ വന്നിരുന്ന ഇതിൻ്റെ ഒരു ആംബിയൻസിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു മൂഡാണ് ഇതിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും വിനയൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്ക് കൂടുതൽ എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഇനി വരാനിരിക്കുന്നൊരു പാട്ടാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു താരാട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു താരാട്ട്. അതിനു മുന്നേ മകൾക്ക് വേണ്ടിയിട്ടൊരു താരാട്ട് ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു താരാട്ട് പാട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ പാട്ട് ഇറങ്ങണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട്. ശരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? നിങ്ങൾ നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു സംഗീത സംവിധായകൻ, നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു സമ്പത്ത് വലിയൊരു പ്രതിസന്ധിയാണ്. പിന്നെ ഇതിനെ എന്ന് പറഞ്ഞ പാട്ടുകൾ അതിനെ ആരെങ്കിലും സ്വീകരിച്ച് കൊണ്ടുപോകാനുള്ളത് കാര്യം എപ്പോഴും അവഗണനയാണത്. നിങ്ങൾ ഇറക്കുന്ന മിക്ക പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്, കാരണം ആളുകൾ ഏറ്റുപാടുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളെ സ്വീകരിക്കാനുള്ള പാട്ടുകളെ വേദികളിലേക്ക് കൊണ്ടുവരാനൊരു
ആൾക്കാർക്ക് വേദികളിലേക്ക് കൊണ്ടുവരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതെന്തുകൊണ്ട് വേർതിരിവുണ്ടോ? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അവർ പറയുന്ന ചിലരുടെയൊക്കെ സംഭാഷണം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ എഴുതുന്ന പാട്ടുകൾ കൂടും സ്ത്രീപക്ഷ പാട്ടുകളാണ് എന്നുള്ളൊരു പരാമർശമുണ്ട്. സ്ത്രീപക്ഷ പാട്ടുകൾ അങ്ങനെയാണ്, പ്രണയം അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പാട്ടുകൾ എഴുതുന്നത്. പക്ഷേ ഞാൻ എല്ലാ തരം പാട്ടുകളും ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം പാട്ടുകൾ, അങ്ങനെ കൊയ്ത്ത് പാട്ടുകൾ ആ ഒരു സ്റ്റൈലിലേക്കുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, താരാട്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാ മൂഡിലുള്ള പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ സ്വീകരിച്ച് വേദികളിലേക്ക് കൊണ്ടുവരുന്നില്ല. അതൊരു നമുക്ക് സങ്കടമല്ല, നമുക്ക് ആഗ്രഹമുണ്ട് അവർ പാടി കേൾക്കണം. ഇത്രത്തോളം കഷ്ടപ്പെട്ട് പാട്ടുകൾ ചെയ്തിട്ടും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷമം. അല്ല മാഷേ, അംഗീകരിക്കപ്പെടുന്നില്ല. അല്ല, അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു അല്ലല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ എപ്പോഴും തെക്കിൻ്റെ വടക്കിൻ്റെ ആയിട്ട് വേർതിരിച്ച് നിർത്തല്. കൂടെ പാടിയവരായാലും പുതിയ പാട്ടുകാരായാലും പാട്ടുകൾ തെക്കിൻ്റെ ആയാലും വടക്കിൻ്റെ ആയാലും എല്ലാം ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വടക്കുന്ന് നിൽക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ ശൈലിയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ പാട്ടുകളെ എപ്പോഴും വേർതിരിച്ച് നിർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കിൻ്റെ എന്ന് അവർ പറയുന്നത്. പക്ഷേ പാട്ടെപ്പോഴും തുല്യം തന്നെയാണത്. അതായത് ഓരോ പാട്ടുകൾ ഇറങ്ങിയേക്കുന്ന രീതിയിലായാൽ തന്നെയും നമ്മളിപ്പം PS ബാനർജി എന്നെ പാടിയേക്കുന്ന എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലും, അതിൻ്റെ തന്നെ വേറൊരു രീതി തന്നെ അമ്മമാരിവിടെ പാടി കളിക്കുന്നുണ്ട്. കൊണ്ടുപോണേ എന്നെ തട്ടാമലക്കാരൻ കൊണ്ടുപോണേ, കൊണ്ടുപോയാ കൊള്ളാം തട്ടാതെ മുട്ടാതെ കൊണ്ടുപോണേ, ഇങ്ങനെ പോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ മതിലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലകം കൊട്ടാരമുണ്ടത്. അതായത് ചുറ്റുമല അമ്മയെ ദർശിക്കാൻ വരുന്ന മതിലകം റാണിയുണ്ട്. അതുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അവിടെ തന്നെ നിൽക്കുമ്പം പിന്നെ അവിടെ തന്നെ ഉള്ളവർ തന്നെ ഇപ്പോഴും പാടി നടക്കാത്ത പാട്ടുകളുണ്ട്. ചേർത്തെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേന് തന്നെ ഇതൊന്നും ആരും പ്രചരിപ്പിക്കുന്നില്ല ഇപ്പോഴും. അവരെല്ലാം പുതിയ പാട്ടുകൾ തേടി നടക്കുകയാണ്. പക്ഷേ സ്വന്തമായി കിട്ടിയേക്കുന്ന ചില അവർ പാടി തന്നേക്കുന്ന കളങ്ങളിൽ, ഓണക്കളങ്ങളിലായാലും അല്ലാതായാലും അവർ പാടി തന്നേക്കുന്ന പാട്ടുകളാരും ഇപ്പം പാടുവാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം വിനയ മാഷ് തന്നെ ഇപ്പം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാട്ട് പാടിക്കൊടുക്കാമല്ലേ. അതെ അതെ. പൊന്നിൻ്റെ നൂലുകെട്ട് തന്നെ. പൊന്നിൻ്റെ നൂലുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തൊരു വിനയൻ എന്നെ വിളിച്ചൊരു വിനോണ്ണ ഇയാൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ ഉണ്ട്. ഞാനൊരു പാട്ട് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, നാടൻ പാട്ടും കൂട്ടുകാരുടെ കോർഡിനേറ്ററായിട്ട് നിന്ന സുനീതിനെയും ലൈനിലേക്ക് തുടരുകയാണെന്ന്. ഗൾഫിലാണ് പുള്ളി അന്ന്. ആ സമയത്ത് തന്നെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പാട്ട്, പൊന്നരഞ്ഞാണമില്ല എൻ്റെ പൊന്നിൻ കൂടത്തിന്നണിയാ ഓലപ്പുരയുടെ കീഴേ എൻ്റെ പൊന്നിൻ്റെ നൂലുകെട്ടല്ലേ, പൊന്നിൻ്റെ നൂലുകെട്ടല്ലേ, എൻ്റെ പൊന്നിൻ്റെ നൂലുകെട്ടല്ലേ. രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ. പാടാൻ്റെ ശാസനയല്ലേ അപ്പനും കാണാൻ വരില്ല, പാടത്തു കാവലിലല്ലേ പാതിര നേരത്തും കാണാൻ വരില്ല, പൊന്നിൻ്റെ നൂലുകെട്ടല്ലേ, എൻ്റെ പൊന്നിൻ്റെ നൂലുകെട്ടല്ലേ. രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ. പാടത്തു കേൾക്കണ പാട്ട്
നിന്റപ്പൻ്റെ താരാട്ടുപാട്ട പാടത്തു കേൾക്കണ പാട്ട് നിന്റപ്പൻ്റെ താരാട്ടുപാട്ട കേട്ടെന്നുറങ്ങണ്ട പൊന്നേ നിന്റെ അപ്പൻ്റെ തേങ്ങലിൻ പാട്ട കേട്ടൊന്നുറങ്ങണ്ട പൊന്നേ നിന്റെ അപ്പൻ്റെ തേങ്ങലിൻ പാട്ട. ഈ പാട്ട് തന്നെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. വിനയൻ എഴുതിയ പാട്ടുകളൊക്കെ അത്യാവശ്യം ആളുകൾ ഏറ്റുപാടുന്നു. അതിൽ സന്തോഷത്തോടെ നിൽക്കുമ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെയാണ് മറികടക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ മറികടന്ന് പോകുന്നുണ്ട്. കൊറോണ കാലഘട്ടം കൂടി കഴിഞ്ഞതോടുകൂടി ഞാനും സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് വെഡ്ഡിങ് ഫീൽഡിലാണ്, സ്റ്റുഡിയോ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കാനായിട്ട് വിനോദിനോട് ചേർന്ന് വിനോദിൻ്റെ കൂടെ പണിക്കൊക്കെ പോകാറുണ്ട്. പിന്നെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ വർക്കും കാര്യങ്ങളും ഇതിനൊക്കെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത രീതി അത്യാവശ്യം വിനോദിൻ്റെ കൂടെ പോകുന്നുണ്ട്. അതെ അതെ. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മറികടക്കുന്ന തീർച്ചയായിട്ടും പാട്ട് കയ്യിലുണ്ടല്ലോ, പാട്ടിലൂടെ പാട്ട് പാടി ഇങ്ങനെ അങ്ങ് പോവുക. പാട്ടിലൂടെ തീർച്ചയായിട്ടും മറികടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയക്കായലുമായിട്ട് ശാസ്താംകോട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ കോട്ടയക്കായൽ തന്നെ കാണുകയുള്ളത്. പിന്നെ എന്താണ് പിന്നെ കോട്ടയം കോളേജ് തന്നെ ഞങ്ങൾ കാണാറേ ഉള്ളത്. PS ബാനർജി പഠിച്ച കോളേജ് തന്നെ ആണെങ്കിലും ഞങ്ങൾ കാണാറ്. പക്ഷേ അവിടെ വിനയൻ ഞങ്ങളൊരു പിന്നെ ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ് വിനയൻ മാഷ് ഇങ്ങനെ ഒരു പാട്ട് എഴുതുന്നത്. കായലിനോരം കോട്ടയക്കായലിനോരം ഒരു കരിവള കിലുക്കം പിന്നൊരു മണിമൊഴി കിലുക്കം താനനനാനേ താനേ താനനനാനേ താനനനാനേ താനേ താനനനാനേ പച്ചയിളം മുള ചാഞ്ഞു വരുന്നൊരു നടവഴിയോരത്ത് വാഗമരപ്പൂ വീണു ചുവന്നൊരു നടവഴിയോരത്ത് നിന്നെ തേടി നടന്നൊരു കാൽക്കൽ കണ്ടില്ല നീയൊരു കനവാണേ. പാട്ടിൻ്റെ വഴികളിൽ എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത്? പുതിയ പുതിയ പാട്ടുകളുണ്ടോ? എങ്ങനെയാണ്? പുതിയ പാട്ടുകളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണം. പുതിയ പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകൾ ചെയ്യണമെന്നുണ്ട്. അത് എല്ലാ ടൈപ്പ് പാട്ടുകളും ചെയ്യണമെന്നുണ്ട്. ഭക്തിഗാനം ആവട്ടെ, ആൽബം ആവട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും ഒരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കണം. ഒരു പാട്ട് നാടൻ പാട്ടിൻ്റെ മേലേക്ക് മാത്രം ഒതുങ്ങി പോകാതെ ഒരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി പാട്ടുകൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് പാട്ടുകൾ വരാൻ. പിന്നെ കുറേ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരു പാട്ടിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വഴികൾ തുറക്കട്ടെ. അതെ അതെ തീർച്ചയായിട്ടും. അതിന് ചിറ്റുമല ദേവിയുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. വഴിയൊരുക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി പാട്ട് ഇവിടെ പാടിത്തത്തെ. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട്. കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ കുന്നിറങ്ങി വന്നേ ഞാൻ ഇക്കരയ്ക്കു വന്നേ. കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ കുന്നിറങ്ങി വന്നേ ഞാൻ ഇക്കരയ്ക്കു വന്നേ. താനിനന്ദിനന്ദാരോ 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 താമരപ്പൂ ചന്തം കാണാൻ ചാരത്തോടി വന്നേ. മുല്ലമുട്ടിൻ ചിരി കാണാൻ നിന്നരികിൽ വന്നേ. താമരപ്പൂ ചന്തം കാണാൻ ചാരത്തോടി വന്നേ. മുല്ലമുട്ടിൻ ചിരി കാണാൻ നിന്നരികിൽ നിന്നേ. താനിനന്ദിനന്ദാനോ 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 താനിനന്ദിനന്ദാനോ. ഒരുപാട് അടിപൊളി പാട്ടുകളും ഒരുപാട് സെന്റിമെന്റ്സ് പാട്ടുകളും ചെയ്തു അല്ലേ? അതെ. പുതിയ പാട്ടുകൾ വീണ്ടും ചെയ്തു വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പ്രസവത്തോടു കൂടി അമ്മ മരിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ അച്ഛൻ വളർത്തിക്കൊണ്ട് വരികയാണത്. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ നഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ വേദന. അപ്പം വിനയമാഷി തന്നെ ഇങ്ങനെ പറഞ്ഞത്, വിനയം പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ വരി പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാഷേ താന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് പാടി കേൾപ്പിക്കത്. എന്തു പിണക്കാടി പൊന്നേ
എന്തു പിണക്കാടി എന്തു കിടപ്പാടി പൊന്നേ എന്തു കിടപ്പാടി കുഞ്ഞിക്കണ്ണു തടഞ്ഞത് കണ്ടൻ്റുള്ളു തിടുങ്ങുന്നേ എൻ്റെ നെഞ്ചു തുളയ്ക്കുന്നേ എൻ്റെ നെഞ്ചു തുളയ്ക്കുന്നേ എന്തു കിടപ്പാടി പൊന്നേ എന്തു കിടപ്പാടി എന്തു പിണക്കാടി പൊന്നേ എന്തു പിണക്കാടി കുഞ്ഞിക്കണ്ണു തടഞ്ഞത് കണ്ടൻ്റുള്ളു കിടുങ്ങുന്നേ എൻ്റെ നെഞ്ചു തുളയ്ക്കുന്നേ എൻ്റെ നെഞ്ചു തുളയ്ക്കുന്നേ പെറ്റൊരു തള്ളയോ നിന്നെ തന്നിട്ടന്നേ പോയപ്പോൾ പെറ്റൊരു തള്ളയോ നിന്നെ തന്നിട്ടന്നേ പോയപ്പോൾ നെഞ്ചം നിന്നെ അട്ടിയുറക്ക തൊട്ടിലതായില്ലേ പൊന്നേ തൊട്ടിലതായില്ലേ വാവേ 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 വാവാവോ വാവേ 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 വാവാവോ വായേ വാവാവോ വായേ വാവാവോ. ഇത് തന്നെയാണ് വിനയ മാഷ് ഇപ്പം ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കാൻ തന്നെ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണത്. നാടൻപാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് മണിച്ചേട്ടനെയാണ്. മണിച്ചേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അതെ, മണിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1-ാം ചരമവാർഷികത്തിന് നിങ്ങളുടെ പാട്ടൊരു കേട്ടറിയാം. അതെ, തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ വരി എഴുതിയേക്കെന്ന് പറഞ്ഞാൽ സുമേഷ് SS കല്ലടയും, പാട്ടെഴുത്തുകാരനും പാട്ടുകൾക്ക് ഈണം കൊടുക്കുന്ന വിനയകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലട വിനയകുമാറുമാണ്. ആ പാട്ടിന് പാട്ടുകൊണ്ട് ജീവിതം കൊടുത്തത് സുനിൽ മത്തായി എന്ന് പറഞ്ഞ പാട്ടുകാരനുമാണത്. അപ്പം ആ പാട്ടിൻ്റെ ഒരു വരിയിലേക്കൊന്ന് പോകാതെ. ചാലക്കുടി എൻ്റെ നാട് നിങ്ങൾ കേട്ട് കുളിരുമൻ പാട്ട് നെഞ്ചോടടക്കി പിടിച്ച് ഞാൻ പാടിയ പാട്ടുകളേറെ. ചാലക്കുടി എൻ്റെ നാട് നിങ്ങൾ കേട്ടു കുളിരുമൻ പാട്ട് നെഞ്ചോടടക്കി പിടിച്ച് ഞാൻ പാടിയ പാട്ടുകളേറെ. എന്നെ പിണങ്ങല്ല ദൈവേ ഞാനൊന്ന് ചോദിച്ചിടട്ടെ, ഇത്തിരി നേരത്തെയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടുപോയേ. എന്നെ പിണങ്ങല്ല ദൈവേ ഞാനൊന്നു ചോദിക്കുവാണേ, ഇത്തിരി നേരത്തെയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടുപോയേ. ചാലക്കുടി എൻ്റെ നാട്. ചാലക്കുടി എൻ്റെ നാട് നിങ്ങൾ കേട്ടു കുളിരുമൻ പാട്ട്. ചാലക്കുടി എൻ്റെ നാട് നിങ്ങൾ കേട്ടു കുളിരുമൻ പാട്ട് നെഞ്ചോടടക്കി പിടിച്ച് ഞാൻ പാടിയ പാട്ടുകളേറെ. നെഞ്ചോടടക്കി പിടിച്ച് ഞാൻ പാടിയ പാട്ടുകളേറെ. കല്ലട വിനയകുമാർ അതിമനോഹരങ്ങളായ വരികൾ എഴുതി വിനോദ് ചുറ്റുമല അതിലും മനോഹരമാക്കി ആ പാട്ടുകളാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇവരുടെ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവരുടെ മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് പണം തന്നെയാണ്. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊരു സങ്കടവും അവർക്കുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ ഇവരെ നെഞ്ചോട് ചേർക്കുമെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി. ചുറ്റുമലക്കുന്നിൻ നെറുകയിലെന്നമ്മ ചിറ്റമ്മയ്ക്ക് ദർശനമേകിയ ചുറ്റുമലയമ്മ. ചുറ്റും വിളക്ക് തെളിച്ചു തൊഴുതു വരും നേരം ചെന്താമര പൂമിഴി അഴകായി ചിരിതൂകുന്നമ്മ. ചുറ്റുമലക്കുന്നിൻ നെറുകയിലെന്നമ്മ ചിറ്റമ്മയ്ക്ക് ദർശനമേകിയ ചുറ്റുമലയമ്മ. മലയാകും മലയുടെ മുകളിൽ വാഴുന്നോരമ്മേ മനതാരിൽ നിറഞ്ഞിടണേ അമ്മേ ശ്രീ ദുർഗേ. മനതാരിൽ നിറഞ്ഞിടണേ അമ്മേ ശ്രീ ദുർഗേ. ചുറ്റുമലക്കുന്നിൻ നെറുകയിലെന്നമ്മ ചിറ്റമ്മയ്ക്കു ദർശനമേകിയ ചുറ്റുമലയമ്മ. ചുറ്റും വിളക്ക് തെളിച്ചു തൊഴുതു വരും നേരം ചെന്താമര പൂമിഴിയഴകായി ചിരിതൂതും അമ്മ. ഇന്നോളം സങ്കടമുള്ളിൽ പേറി വരും നേരം കനിവേകി അമൃതം എന്നിൽ ചൊരിയില്ലേ ദേവി.
കുന്നോളം സങ്കടമുള്ളിൽ പേറി വരും നേരം കനിവോങ്കി അമൃതം എന്നിൽ ചൊരിയില്ലേ ദേവി. കൈനീട്ടി കേഴുന്നോർക്ക് അഭയം നീ മാത്രം. കരുണാർദ്ര ജഗദംബെ പ്രാർത്ഥന കേൾക്കേണേ. കരുണാർദ്ര ജഗദംബെ പ്രാർത്ഥന കേൾക്കേണേ.